ചിരിക്കുമ്പോ തമാശ. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. 10 പേര് ചാവുമ്പോ കിടന്ന് ചിരിക്കും. എന്ത് ബോറിംഗ് കാര്യമാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായി നിൽക്കുമ്പോ ഇടയ്ക്ക് ഒരെണ്ണം. പിന്നെ മുഖം ഞാൻ മറക്കൂല. ക്ലോസപ്പ് ഇട്ടൊരു ഞാൻ ഇഷ്ടമില്ല. ഏതായാലും കലക്കിണേ. ചുരുക്കി പറഞ്ഞ രഞ്ജിനി അണ്ണാക്കിലിട്ട് വെടി കൊടുത്തു. അങ്ങനെ തന്നെ പറയാം. പള്ള നിറഞ്ഞ് കിട്ടിക്കുന്നു. ഓന്റെ ഒരു മുഖം കൂടി ഈ വീഡിയോയിൽ കാണിച്ചിട്ടാണെങ്കിൽ അടിപൊളി. ചുരുക്കി പറഞ്ഞാല് ഇങ്ങനൊന്നും വലിയ മാസ് കാണിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഏറിപ്പോയാൽ നാറിപ്പോന്ന് പറഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാല് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇത്തരം കോമാളികൾ ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ കാണാതായി അത് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കോമാളികൾ. നമ്മളെ വീട്ടിലെ നമ്മളെ കൂടെ വന്ന കുട്ടികളാണ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് കാണാതെ ആയത് എങ്കിൽ നമുക്ക് എത്രത്തോളം ഇടങ്ങേറുണ്ടാവും, നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് ബേജാറുണ്ടാവും ആ കുട്ടികളെ കാണാത്തതിൽ. അതേ ഒരു ബേജാറ് ആ കുട്ടികളെ കാണാതായ രക്ഷിതാക്കൾക്കില്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളെ മാതിരി പരിപാടിക്ക് വന്ന് ആ കുട്ടികളെ കണ്ടെത്തുക, അതിനല്ല എല്ലാവരും പരിശ്രമിക്കേണ്ടത്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത്. അന്നേരം ഇത്തരത്തിലുള്ള കോമാളികൾ കളിക്കുക. ഒന്നും പറയല്ല, രഞ്ജിനി അണ്ണാക്കിൽ കൊടുത്തുന്നറിയില്ല. നല്ല തക്കതായ മറുപടി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കും. ഈ പറയിപ്പിക്കാനായിട്ട് കുറച്ച് എന്തായിക്കോട്ടെ, രഞ്ജിനി കൊടുത്തത് ഉസാറാക്കിയിട്ട് തക്കതായ സമയത്ത് മറുപടി കൊടുക്കും. അടിപൊളിയായിട്ട് നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടിപൊളി ഇങ്ങനെ കൊടുക്കേണ്ടവർക്ക് ഈ സമയത്ത് തന്നെ കൊടുക്കും വേണം. ഒരു രക്ഷയില്ല. ഏതായാലും രഞ്ജിനിൻ്റെ മറുപടി ഇങ്ങനെ ഉണ്ട്, അടിപൊളിയായില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സഹായിക്കേ വേണ്ടി. മനസ്സിലായില്ലേ? ഏതായാലും അടിപൊളിയായിട്ട് നിങ്ങളും കൂടി വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക.